വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിപ്പറേഷൻ 2024 LDC LGS എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു സീരീസ് ആയിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ്. ഇത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആണ് എന്നെനിക്കുള്ളത് മനസ്സിലായി. കാരണം പലരും അതിനകത്ത് 10ൽ 10 കിട്ടി, 10ൽ 9 കിട്ടി, 10ൽ 8 കിട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സന്തോഷം തോന്നാറുണ്ട്. കാരണം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ അതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. നിങ്ങൾ നമ്മുടെ ഈ 150 ടോപ്പിക്സും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസും നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങളുടെ അടുത്ത വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായിട്ട് നിങ്ങൾ അവയെ തിരഞ്ഞെടുത്തു എന്നറിയുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് ഇനിയിപ്പം അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. അപ്പൊ ഇതൊരു ഓഫീസ് അറ്റൻഡറുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. LDCക്കാർക്കും LGSകാർക്കും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അതുകൊണ്ട് രണ്ട് കൂട്ടരും കാണുന്നത് നല്ലതാണ്. CPOക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഒക്കെ കാണാൻ പറ്റും. PSCയുടെ ഏത് എക്സാമിനേഷൻ എഴുതുന്നവർക്കും മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ വെറുതെ വലിച്ചു നീട്ടി സമയം കളയുന്നില്ല. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏതാണ്? നിങ്ങൾ ഈ പ്രസ്താവന നമ്മളോട് ചോദിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ ശ്രദ്ധിച്ച് വായിച്ചിട്ട് ആൻസർ ചെയ്യാവുള്ളൂ. ശരിയായ ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. 1 ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ, 2 ഖേദ സത്യാഗ്രഹം മഹാരാഷ്ട്ര, 3 അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കാണുമ്പോഴേ അറിയാം ചമ്പാരൻ സത്യാഗ്രഹം എന്താണ്, അത് ബീഹാറിലാണ് നടന്നത് അല്ലെ. അതുപോലെ തന്നെ ഖേദ മഹാരാഷ്ട്രയിലായിരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം, ഗുജറാത്താണ്. അഹമ്മദാബാദ് മിൽ സമരം എവിടെയാണ്, ഗുജറാത്തിലാണ്. അപ്പം ഇതിനകത്ത് ശരിയായ ബന്ധം എന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറും അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്തും ആണ്. ഇനി ഓപ്ഷനിലേക്ക് പോകാം. A എല്ലാം ശരിയാണ്, B 1ഉം 2ഉം, C 1ഉം 3ഉം. കണ്ടോ, ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ, അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത്. അപ്പം ഓപ്ഷൻ C ആണ് എന്തെന്ന് പറയുന്നത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. രണ്ടാമത്തത് നോക്കൂ, താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായതേത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, തെറ്റായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. 1 തൃശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. നമുക്കറിയാം തൃശൂർ പൂരം ആരംഭിച്ചത് ആരല്ല, മാർത്താണ്ഡവർമ്മയല്ല. അങ്ങനെയാണെങ്കിൽ അത് കമന്റ് ചെയ്തേ, തൃശൂർ പൂരം ആരംഭിച്ചത് ഏത് രാജാവാണ് എന്നുള്ളത് നിങ്ങൾ ഉത്തരമായിട്ട് കമന്റ് ചെയ്യുക. 2 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി, സത്യമായിട്ടുള്ള കാര്യമാണ്. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി, അതും ശരിയാണ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു, താഴെ പറയുന്നതിൽ തെറ്റായത് ഏത് എന്നുള്ളതാണ് ചോദിച്ചത്. തെറ്റായത് തൃശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് എന്ന് പറയുന്ന ഒന്നാമത്തെ പ്രസ്താവനയാണ്. A 1 മാത്രം, പിന്നെ ബാക്കി ഓപ്ഷൻ നോക്കണ്ടല്ലോ. അപ്പം തൃശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. അതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. നെക്സ്റ്റ്, ചുവടെ നൽകിയിട്ടുള്ളതിൽ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതി ഏതാണ്? കണ്ണീരും കിനാവും, ആദിഭാഷ, മലബാർ മാനുവൽ, 1.25 കോടി മലയാളികൾ. മക്കളെ നിങ്ങൾക്കറിയാം ഈ 1.25 കോടി മലയാളികൾ നമ്മൾ ഏതാണ്ട് ഇത് 5ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഈ നടക്കുന്നത്. ഇതിനകത്ത് 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ട ഒരു ഭാഗമാണ് 1.25 കോടി മലയാളികൾ. EMSന്റെ കൃതി എന്നുള്ള രീതിയിൽ തന്നെയാണ് PSC ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണെന്ന് 5 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇത് പഠിച്ചു വെക്കണം കേട്ടോ. EMSന്റെ കൃതിയാണ് 1.25 കോടി മലയാളികൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളെയുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായ ബന്ധം ഏതാണ്? ഇന്ത്യൻ പത്രം, അവയുടെ സ്ഥാപക നേതാക്കള് നമ്മുടെ 150 ടോപ്പിക്സിലുള്ളതാണ്. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ നമ്മൾ കണ്ട ഈ ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഈ ക്വസ്റ്റ്യൻസിനകത്ത് ഇതെല്ലാം SCRTയിലും ഉള്ളതാണ് കേട്ടോ, SCRTയും ഉള്ളതാണ്. ഈ ഇന്ത്യൻ പത്രങ്ങളും സ്ഥാപക നേതാക്കളും 150 ടോപ്പിക്സിലെടുത്താണ്, നിങ്ങൾക്കറിയാം. നോക്കൂ, കേസരി. അപ്പൊ ഇവിടെ ശരിയായ ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. കേസരി ബാലഗംഗാധര തിലകൻ. നമുക്കറിയാം കേസരിയും മറാത്തയും എന്താണ്, ബാലഗംഗാധര തിലകന്റെ പത്രങ്ങളാണ്. യങ് ഇന്ത്യ ആനി ബസന്റ്. യങ് ഇന്ത്യ ആനി ബസന്റിന്റെ ആണോ? അല്ല. ആരുടെയാണ്? മഹാത്മാഗാന്ധിയുടെ പത്രമാണ്. നെക്സ്റ്റ്, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി അല്ലെ. വോയിസ് ഓഫ് ഇന്ത്യ ആരുടെ പത്രമാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പൊ തന്നിരിക്കുന്നതിലെ ശരിയായ ബന്ധം എന്ന് പറയുന്നത് 1ഉം 3ഉമാണ്. ഓപ്ഷൻ A എല്ലാം ശരി, ഓപ്ഷൻ B എന്താണ്, 1ഉം 3ഉം. അപ്പൊ ബാക്കി ഓപ്ഷൻസ് നമുക്ക് അതുകൊണ്ട് നോക്കേണ്ടതില്ല. യങ് ഇന്ത്യ ആനി ബസന്റിന്റേതല്ല, ആരുടെയാണ്? നമ്മുടെ മഹാത്മാഗാന്ധിയുടെയാണ്. അങ്ങനെയാണെങ്കിൽ ആനി ബസന്റിന്റെ പത്രങ്ങൾ ഏതൊക്കെയാണ്?
നമ്മൾ ഇതിനു മുമ്പും ഈ പത്രങ്ങളില് ആനി ബസന്റും മറ്റുമൊക്കെ PSC നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് അല്ലെ. നമ്മൾ എനിക്ക് തോന്നുന്ന 5 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തതിൽ ഏതാണ്ട് 2 or 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളെയും കണ്ടു. അതുകൊണ്ട് മസ്റ്റ് ആയിട്ടും പഠിക്കണം. സോ 150 ടോപ്പിക്സിൽ ഞാൻ ഉൾപ്പെടുത്തിയാണ്. 150 ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഷുവർ ഹോട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് പഠിച്ചേ പറ്റൂ. നെക്സ്റ്റ്, താഴെ പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏതാണ്? എനിക്ക് ശേഷം പ്രളയം ലൂയി 15 ഞാനാണ് രാഷ്ട്രം ലൂയി 14 സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് വോൾട്ടയർ. ഇവിടെ നോക്കൂ, ഉദ്ധരണികളിൽ തെറ്റായതാണ് ക്വസ്റ്റ്യൻ. തെറ്റേതെന്നാണ്. എനിക്ക് ശേഷം പ്രളയം ലൂയി 15 കോട്ടാണ്. ഞാനാണ് രാഷ്ട്രം ലൂയി 14 പ്രസ്താവനയാണ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറയുന്നത് വോൾട്ടയർ അല്ല, റൂസോയാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ തന്നിരിക്കുന്നതിനകത്ത് മൂന്നാമത്തത് മാത്രമാണ് തെറ്റായ പ്രസ്താവന അല്ലെ. 3 മാത്രമാണ്. അപ്പൊ ഓപ്ഷൻ എന്താണ്? 3 മാത്രം. അപ്പൊ ഇതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. സോ നമ്മൾ ബാക്കി ഓപ്ഷൻസ് നോക്കുന്നില്ല. ഇനി അടുത്തത് നോക്കിയ മക്കളെ, 2023 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2023-ലുള്ളതാണ്. അതുകൊണ്ടാണ് ഏത് രാജ്യത്ത് വച്ചാണ് എന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അന്നത്തെ ഒരു കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആണിത്. അപ്പം 1 മുതൽ 5 വരെയുള്ളത് SCRT ആയിരുന്നു കേട്ടോ. 2023 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഇന്ത്യ, ഉത്തര കൊറിയ, ചൈന, ജപ്പാൻ. നമുക്കറിയാം ചൈനയിലെ ഹാങ്ഷുവിൽ വെച്ചിട്ടായിരുന്നു എന്ത് 2023 ഏഷ്യൻ ഗെയിംസ് നടന്നത്. സോ ചൈനയാണ് ഉത്തരം. അടുത്ത നോക്കൂ, ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏത്? അലൂമിനിയം, ഇൽമനൈറ്റ്, യുറേനിയം, ഇരുമ്പ്. ഇതും നമ്മുടെ SCRT-യിൽ ഉള്ളതാണ് കേട്ടോ. ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ഓഫ് കോഴ്സ് ഇൽമനൈറ്റ് ആണ് അല്ലെ. ഇൽമനൈറ്റ് ആണ്. നെക്സ്റ്റ് നോക്കിയേ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കുവാൻ, അതായത് വിഷുവം ഏതു മാസത്തിലാണ്? സെപ്റ്റംബർ, ജനുവരി, ഏപ്രിൽ, ഡിസംബർ. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കണ്ട റീൽസ് ആയിരിക്കും ഓർക്കുന്നത്. ആ ഒരു സമയത്ത് കുറെ പേര് എന്ത് ചെയ്തിട്ടുണ്ട്? റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഇതിനെ പറ്റിയിട്ട്. അപ്പൊ അത് ഏത് മാസമാണെന്നല്ലേ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം ഈ വിഷുവമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അത് നല്ലൊരു ഓപ്ഷനായിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. വിഷുവം സംഭവിക്കുന്നത് എപ്പോഴാണ്? മാർച്ച്, അതുപോലെ തന്നെ സെപ്റ്റംബർ മാസങ്ങളിലാണ് സാധാരണ ഇക്വിനോക്സ് അല്ലെങ്കിൽ വിഷുവം സംഭവിക്കുന്നത്. വിഷുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമരാത്ര ദിനം എന്നൊക്കെ പറയാൻ പറ്റും. ശ്രദ്ധിക്കുക, സൂര്യൻ ഒരു വർഷത്തില് നമുക്കറിയാം ഉത്തരായന രേഖ, അതായത് വടക്കോട്ട് ഉത്തരായന രേഖ വരെയും തെക്കോട്ട് ദക്ഷിണായന രേഖ വരെയും നീങ്ങുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പൊ ഈ മാറ്റത്തിനിടയില് 2 തവണ സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമധ്യരേഖയെ കടക്കുന്നുണ്ട്. അപ്പൊ ഭൂമധ്യരേഖയെ കടക്കുന്ന ഈ ദിവസങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? വിഷുവങ്ങൾ എന്ന് പറയാം. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് പകലും രാത്രിയും തുല്യമായിരിക്കും. അങ്ങനെ പകലും രാത്രിയും തുല്യമായിരിക്കുന്ന വിഷുവ ദിവസങ്ങളാണ് മാർച്ച് 21 സെപ്റ്റംബർ 23. അപ്പൊ ഈ എഴുതി വെക്കൂ, മാർച്ച് 21 സെപ്റ്റംബർ 23, മാർച്ച് 21 സെപ്റ്റംബർ 23. ഇതാണ് വിഷുവങ്ങൾ. അപ്പൊ ഈ ദിവസങ്ങളിൽ എന്താണ്? സമരാത്ര ദിനമാണ്. രാത്രിയുടെ ദൈർഘ്യം ഒരുപോലെ ആയിരിക്കും, രാത്രിയും പകലും ഒരുപോലെ ആയിരിക്കും. അതാണ് സമരാത്ര ദിനം എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഈ അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വിഷു ഏതാന്നല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ, അതായത് വിഷുവത്തില് സാധിക്കുന്ന ഏത് മാസത്തിലാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓഫ് കോഴ്സ് ഏതാണ്? സെപ്റ്റംബർ ആണ്. ഞാൻ പറഞ്ഞത് വിഷുവം എന്ന് പറയുന്നത് സമരാത്ര ദിനമുള്ള സൂര്യൻ എന്താണ്? ഭൂമധ്യരേഖയെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുവാണ്? ഭൂമധ്യരേഖയില് മുറിച്ച് കടക്കുന്ന 2 പ്രാവശ്യം അല്ലെ, 2 പ്രാവശ്യം സൂര്യൻ ഭൂമധ്യരേഖയെ കടക്കുന്നതാണ് വിഷുവം. അതാണ് സമരാത്ര ദിനം എന്ന് പറയുന്നത്. അത് മാർച്ച് 21 സെപ്റ്റംബർ 23 പക്ഷെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വേറേതാണ്. പത്മനാഭ ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്ന മാസമാണ് ചോദിച്ചത്, സെപ്റ്റംബർ. ഇതൊരു റെയർ ക്വസ്റ്റ്യൻ ആയിരുന്നു, പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ്, ഏത് സംസ്ഥാനത്തിന്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? ഇത് PSC ഇതിനു മുമ്പ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. രാജസ്ഥാൻ, മണിപ്പൂർ, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്. നിങ്ങൾക്കറിയാം ഉത്തരാഖണ്ഡിന്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം. ഇതും റീൽസ് ഒക്കെ പതിവായിട്ട് കാണുന്നവർക്കറിയാം. ഉത്തരാഖണ്ഡിന്റെ റീൽസ് ഒക്കെ എടുത്തിട്ട് ബ്രഹ്മകമലം വിരിഞ്ഞു നിൽക്കുന്ന ചില റീൽസ് ഒക്കെ കാണാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ പലപ്പോഴും നമുക്ക് ഇൻഫർമേഷനും കൂടി തരുന്നുണ്ട് കേട്ടോ. അപ്പൊ സോഷ്യൽ മീഡിയ നമുക്ക് അങ്ങനെയും ഉപയോഗപ്പെടുത്താം. അപ്പൊ ഓർത്തു വെക്കുക, ഉത്തരാഖണ്ഡിന്റെ ദേശീയ പുഷ്പമാണ് ഇത്, ബ്രഹ്മകമലം. നെക്സ്റ്റ് നോക്കിയേ, സുവർണ ചതുഷ്കോണം എന്നത് ഒരു ഡാഷ് ആണ്. ആകാശപാത, ജലപാത, ഹൈവേ, റെയിൽപാത. നമുക്കറിയാം എന്താണ് സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത്? ഒരു ഹൈവേ ആണ്. സുവർണ ചതുഷ്കോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്,
ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി, മുംബൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളെ അല്ലെങ്കിൽ ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി, മുംബൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളെയും 12 സംസ്ഥാനങ്ങളെയും ബന്ധിപ്പിക്കുന്ന ദേശീയ പാത ശൃംഖലയാണ് എന്താ? സുവർണ ചതുഷ്കോണം. ഇത് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയിയുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. 1999 ഈ AB വാജ്പേയി അതിനുവേണ്ടി തറക്കല്ലിട്ടത്. പക്ഷെ ഭൂമി ഏറ്റെടുക്കാൻ കാലതാമസമൊക്കെ വന്നതോടുകൂടി പദ്ധതി വൈകുകയാണ് ചെയ്തത്, അല്ലെ? അങ്ങനെ ഏതാണ്ട് അങ്ങനെ വൈകിപ്പോയ ഒരു പദ്ധതിയായിരുന്നു ഇത് സുവർണ ചതുഷ്കോണം. അപ്പം നമ്മളോട് PSC വേറൊരു രീതിയിൽ ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സുവർണ ചതുഷ്കോണം ഏതൊക്കെ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായ ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി, മുംബൈ. ഓർത്തുവയ്ക്കുക, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി, മുംബൈ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു എന്താണ് പറയുന്നത് ദേശീയപാത ശൃംഖല അല്ലെങ്കിൽ ഹൈവേ ശൃംഖലയാണ് ഇത് സുവർണ ചതുഷ്കോണം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇടയ്ക്ക് കേരള ഹിസ്റ്ററിന്ന് കണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു മാർത്താണ്ഡവർമ്മയായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പൊ ട്രാവൻകൂർ കിങ്സ് നിങ്ങളൊന്ന് നന്നായിട്ട് പഠിക്കണം. LDCക്ക് പ്രിപ്പയർ ചെയ്യുന്നവര് LGS സിലബസിലില്ല. പിന്നെ അതുപോലെ തന്നെ 1.25 കോടി മലയാളികൾ കണ്ടോ, അതായത് EMSന്റെ നമ്മൾ പലയിടത്തും പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ 1.25 കോടി മലയാളികൾ. അപ്പൊ മറക്കരുത്, അത് EMSന്റെ പുസ്തകമാണ് എന്നുള്ളത് ഓർത്തു വെക്കണം. വിഷുവത്തിന്റെ കാര്യമൊക്കെ LDCക്കാണ് കൂടുതൽ ചോദിക്കാൻ സാധ്യത, LGSന് അത്ര അത് കിട്ടാറില്ല. എന്താണെങ്കിലും വിഷുവ് എപ്പോഴാന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, മാർച്ചും സെപ്റ്റംബറും വിത്ത് ഡേറ്റ് പറഞ്ഞു, അത് നിങ്ങൾ ഓർത്തു വെച്ചേക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിയുടെ ലൂയി 16 14 ഒക്കെ കാര്യം പറയുന്നത് അത് LGSന് വേണ്ട, LDCക്കാർക്ക് ആവശ്യമുള്ളതാണ്. അപ്പൊ LGSകാരെ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെഷൻ നമ്മുടേത് 12 o'clock ഉണ്ടായിരിക്കും. അപ്പൊ വെയിറ്റ് ചെയ്യുക, അത് കണ്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത സെഷനിലേക്ക് പോകാം. അടുത്ത സെഷനിൽ കാണാം. അതുവരെയും നിങ്ങൾ പഠിച്ചത് റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അറിയത്തില്ലാത്തവ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇത് LGSനില്ല LDCക്ക് ഉണ്ട് എന്നൊക്കെ ഞാൻ പറയുന്നത് LGSന് മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർ അത് എഴുതണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് കേട്ടോ. അപ്പം പഠിച്ചു എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എനിവേ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. പിന്നെ ആ ഖേദ സത്യാഗ്രഹം ഒക്കെ ചോദിച്ചിട്ടില്ലേ, ആ ചമ്പാരൻ സത്യാഗ്രഹം, അത് 2 കൂട്ടർക്കും പൊതുവായിട്ട് പഠിക്കേണ്ടതാണ്. LGSകാർ എഴുതിയെടുക്കേണ്ടാത്തതാണ് ഞാൻ പറഞ്ഞ മാർത്താണ്ഡവർമ്മ എഴുതിയെടുക്കണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ അത് കാരണം ട്രാവൻകൂർ കിങ്ഡംസ് പഠിക്കാനുള്ള LDC സിലബസിലാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. വിഷുവങ്ങൾ നിങ്ങൾ LGSകാരെ എഴുതിയെടുക്കണമെന്നില്ല. അപ്പം ഇങ്ങനത്തെ ചില ടോപ്പിക്സ് മാത്രമേ ഞാൻ എടുത്ത് പറയുന്നത്. ആദ്യം പറഞ്ഞില്ലേ, അത് എഴുതിയെടുക്കണമെന്നില്ല. ബാക്കി LDCക്കാർക്ക് അറിയത്തില്ലെങ്കിൽ എഴുതിയെടുത്തോണം, നിങ്ങളുടെ സിലബസിലുള്ളതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. താങ്ക്